Hi friends, welcome to my channel. എൻ്റെ ചാനലിൽ നിങ്ങൾ പുതിയൊരു മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോണ്ടൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾ താഴെ ഇരിക്കണ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഒപ്പം നിങ്ങൾ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ആൻഡ് ഓൾസോ ദ ബെൽ നോട്ടിഫിക്കേഷൻ. പിന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതെന്ന് വെച്ചാൽ ഹോട്ട് വീൽസിൻ്റെ ഒരു ബിഗിനേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഹോട്ട് വീൽസ് കളക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, കളക്ഷൻ തുടങ്ങുമ്പോൾ കുറച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ആ വീഡിയോയുടെ ലിങ്ക്. പിന്നെ ആ വീഡിയോയിൽ നിങ്ങൾ കുറേ പേര് കമൻ്റ് ഇട്ടതെന്ന് വെച്ചാൽ എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞ കമൻ്റാണ് എൻ്റെ പേഴ്സണൽ ഹോട്ട് വീൽസ് കളക്ഷൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കൂ. സോ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയായിരിക്കും. നിങ്ങൾ തംബ്നെയിൽ നോക്കിയ തംബ്നെയിലും പിന്നെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇൻട്രോയിലോട്ടേക്ക് പോവാം. ഇൻട്രോ കഴിഞ്ഞിട്ട് വീഡിയോയുടെ ഇൻട്രോ കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ മാത്രമാണ് ഞാൻ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത വേറെ കമ്പനീസായ ഡൈകാസ്റ്റ് മോഡൽസ് ഉണ്ട്, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ല. അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാനൊരു വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഫോർ നൗ ജസ്റ്റ് മൈ ഹോട്ട് വീൽസ് കളക്ഷൻ. അപ്പോൾ ഇൻട്രോയിലേക്ക് പോവാം. ഇൻട്രോയിലേക്ക് കഴിയുമ്പോൾ നേരെ എന്താ പറയുക, എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ ഞാൻ കാണിക്കാം. സോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ. ഹോട്ട് വീൽസ് കളക്ഷനിൽ എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു 60ഓളം കാർസ് ഉണ്ട്. അപ്പോൾ ഈ കാർസിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്താണ് വെച്ചേക്കണത് 5 സെറ്റായിട്ട്. അപ്പോൾ ഓരോ കാറ്റഗറി ഓരോ പ്രത്യേകത അനുസരിച്ചാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കണ വണ്ടികളുടെ. അപ്പോൾ ഓരോ കാറ്റഗറി നോക്കാം. ഏറ്റവും ആദ്യം വന്ന കാറ്റഗറി എൻ്റെ ഫേവറേറ്റ് ആയ ഒരു സെറ്റാണ്. അതെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സെറ്റാണ്. അപ്പോൾ ഇതിൽ 5 കാർസ് ഉണ്ട്. അപ്പോൾ 5 കാർസിൽ ഇത് ടൊയോട്ട സൂപ്രയാണ്. അന്ന് പോൾ വാക്കർ ഉപയോഗിച്ച വണ്ടിയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ആദ്യത്തെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ. അതേസമയം ഇതൊരു ഡോജ് ചാർജറാണ്, 1970s വിൻ ഡീസൽ ഉപയോഗിച്ച വണ്ടിയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് തന്നെ. അപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 1ത്തെ ഐക്കോണിക് കാർസാണിത്. പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ടോക്കിയോ ഡ്രിഫ്റ്റിൽ പോകുമ്പോൾ അതിൽ എൻഡിങ് സീനായാൽ നമ്മുടെ ഹീറോ
ഒരു മസ്താങ് എടുക്കും. മസ്താങ് എടുത്തിട്ട് എന്താ പറയുക, വില്ലൻ്റെ ഒപ്പം ഒരു മൗണ്ടനിൽ ഒരു റേസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സീനത്തെ വണ്ടിയാണ്. പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 4 പോവുകയാണെങ്കിൽ അതിൽ നമ്മുടെ വിൻഡീസിൽ ഉപയോഗിച്ച വണ്ടിയാണ് ഷെവൽ SS എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാറ്റ് ഫിനിഷാണ്. എന്ന് വെച്ചാൽ കണ്ടോ, മാറ്റ് ഫിനിഷ് ഗ്രേ വെച്ചാണ് ഉണ്ടാക്കിയേക്കണ, നല്ല ക്വാളിറ്റി ഉള്ളത്. പിന്നെ ഇത് ലാസ്റ്റ് വണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 5 ഉപയോഗിച്ച വണ്ടിയാണ്. വണ്ടിയുടെ പേര് ആസ്റ്റൺ മാർട്ടിൻ ആണ്, DB9 ആണ്. പക്ഷേ ഈ വണ്ടി ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 5 6 വണ്ടിയാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ ജസ്റ്റ് ലിങ്കിലൊന്ന് കമൻ്റ് ഇടുക, എപ്പോഴാണ് ഈ വണ്ടി ആ സിനിമയിലുള്ള. പക്ഷേ ഇത് പിന്നെ ഐക്കോണിക്കായത് എനിക്ക് തോന്നണത് ജെയിംസ് ബോണ്ടിൻ്റെ സിനിമകളിലാണ്, ആസ്റ്റൺ മാർട്ടിൻ DB9. അപ്പോൾ അതിലാണ് കൂടുതൽ ഫേമസ് ആയിരിക്കണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ സെറ്റ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ സെറ്റാണ്. ഐ തിങ്ക് എല്ലാവർക്കും ഈ സെറ്റിൽ ഇഷ്ടപ്പെട്ടത് ഇതിലേതെങ്കിലും ഒരെണ്ണമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സൂപ്രയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സൂപ്ര എന്ന് കമൻറ്റ് ചെയ്യുക, ചാർജർ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാർജർ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആരാണ് ജയിക്കാൻ പോണതെന്ന്. ജസ്റ്റ് കമൻസിൽ ഇട്ടാൽ മതി, സൂപ്രയാണോ അതോ ചാർജറാണോ പൊളിയുന്നത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സെറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് സെറ്റ് വന്നത് ബാറ്റ്മാൻ്റെ ബാറ്റ് മൊബൈൽ എന്ന് പറഞ്ഞ സെറ്റാണ്. അതെന്ന് വെച്ചാൽ ബാറ്റ്മാൻ്റെ മൂവീസിൽ എന്താ പറയുക, വില്ലന്മാരെയൊക്കെ ചേസ് ചെയ്ത് എന്താ പറയുക, അപ്പോൾ ഒരു വണ്ടി വേണമല്ലോ. അപ്പോൾ ആ വണ്ടിയുടെ പേരാണ് ബാറ്റ് മൊബൈൽ. അപ്പോൾ ഓരോ ബാറ്റ് മൊബൈലിൻ്റെ എനിക്ക് കംപ്ലീറ്റ് കളക്ഷൻ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യത്തെ വണ്ടി ബാറ്റ്മാൻ്റെ ആനിമേറ്റഡ് സീരീസിലത്തെ വണ്ടിയാണ്. അപ്പോൾ ബാറ്റ്മാൻ്റെ ആനിമേറ്റഡ് സീരീസ് നിങ്ങൾ 90s ജനിച്ച പിള്ളേരാണെങ്കിൽ അറിയാം ഈ വണ്ടിയുടെ ഇമ്പോർട്ടൻസ്. എന്ന് വെച്ചാൽ ബാറ്റ്മാൻ്റെ ഒരു കാർട്ടൂൺ ഇറങ്ങിയെന്ന് കാർട്ടൂൺ നെറ്റ്വർക്കിൽ. അപ്പോൾ അതിലുപയോഗിച്ച വണ്ടിയാണ് ഈ വണ്ടി, ബാറ്റ് മൊബൈൽ ആനിമേറ്റഡ് സീരീസ്. പിന്നെ ഇത് രണ്ടാമത്തെ വണ്ടി. ഇത് ബാറ്റ്മാൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങിയപ്പോഴാണ്. ആദ്യത്തെ ബാറ്റ് മൊബൈലാണ്, വൈറ്റ് കളറാണ് എനിക്ക് കിട്ടിയേക്കണത്. ഇത് ബാറ്റ്മാൻ്റെ ആദ്യത്തെ സിനിമ അതിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി ബാറ്റ്മാൻ്റെ സെക്കൻഡായ ഒരു ആനിമേറ്റഡ് സീരീസിലത്തെ വണ്ടിയാണ്. അപ്പോൾ അതിലുപയോഗിച്ച ബാറ്റ് മൊബൈലാണിത്. പിന്നെ ഇത് ബാറ്റ്മാൻ ഫോർ എവർ എന്ന് പറഞ്ഞ സിനിമത്തെ ബാറ്റ് മൊബൈലാണ്. ഇത് ബാറ്റ്മാനും റോബിനൊക്കെ ഉള്ള സിനിമയാണ്. പിന്നെ ലാസ്റ്റ് വൺ ബാറ്റ്മാൻ ആർക്കം നൈറ്റത്തെ ബാറ്റ് മൊബൈലാണ്. ഈ ബാറ്റ് മൊബൈൽ ഇതാണ്, എന്താ പറയുക, ബാറ്റ്മാൻ ആർക്കം നൈറ്റ് എന്ന് പറഞ്ഞ ഗെയിമിലുള്ള വണ്ടിയാണ്. നല്ല ഡിസൈനാണ്, ആ ഗെയിമിലത്തെ വണ്ടിയാണ് ബാറ്റ്മാൻ ആർക്കം നൈറ്റത്തെ. അപ്പോൾ ബാറ്റ്മാൻ്റെ സീരീസിൽ എനിക്ക് കംപ്ലീറ്റ് സെറ്റ് ഉണ്ട് വണ്ടി. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് റോഡ്സ്റ്റർ സെറ്റിൽ പോകാം. റോഡ്സ്റ്റർ സെറ്റിൽ റോഡ്സ്റ്റർ എന്ന് വെച്ചാൽ എന്താ പറയുക, റൂഫില്ലാത്ത ഒരു സ്പോർട്സ് കാർ കാറ്റഗറിയാണ്. അപ്പോൾ റോഡ്സ്റ്റർ സെറ്റിൽ ഇത് ഷെൽബി GT 500 ആണ് മസ്താങ്ങിൻ്റെ. പിന്നെ ടെസ്ലയുടെ റോഡ്സ്റ്റർ. പിന്നെ ഇത് ബാർബി എന്ന് പറഞ്ഞ മൂവിത്തെ സിനിമത്തെ വണ്ടിയാണ്. ബാർബിയുടെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ബാർബിയുടെ മൂവി, ആദ്യത്തെ ബാർബി ഉപയോഗിക്കുന്ന കോർവറ്റാണ്. ഈ ബാർബിയും ഹോട്ട് വീൽസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ ബാർബിയും ഹോട്ട് വീൽസിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ ഹോട്ട് വീൽസിൻ്റെ കമ്പനി മെറ്റലില്ലേ, മെറ്റൽ, അതിൻ്റെ ഓണറിൻ്റെ വണ്ടിയാണ്, ഓണറിൻ്റെ കമ്പനിയാണ് ഹോട്ട് വീൽസ്. പിന്നെ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ കമ്പനിയാണ് ബാർബി അല്ലെങ്കിൽ ബാർബറ പറഞ്ഞ ഡോൾസാണ് ഇറക്കിയ. അപ്പോൾ ഹോട്ട് വീൽസിൻ്റെ ഓണർ മെറ്റലിൻ്റെ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ
കമ്പനിയാണ് ബാർബറ. അപ്പോൾ ഹോട്ട് വീൽസ് ബോയ്സിന് ഭയങ്കര പോപ്പുലറായ ടോയ്സാണ്. അതേസമയം ബാർബി ഗേൾസിൻ്റെ ഇടയിൽ ഭയങ്കര പോപ്പുലറായ ടോയാണ്. അപ്പോൾ അത് നല്ല ഇതാണ്. പിന്നെ ഇത് BMW i8 എന്ന് പറഞ്ഞ വണ്ടിയാണ്, ബ്ലാക്ക് കളർ റോഡ്സ്റ്റർ പോലെ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. റോഡ്സ്റ്റർ സെറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് BMW 507. ഈ വണ്ടിയുടെ പ്രത്യേകത ആ റെഡ് കളർ ഫിനിഷാണ്. സ്റ്റുവർട്ട് ലിറ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റുവർട്ട് ലിറ്റിൽ എന്ന് പറഞ്ഞ മൂവി, അതിൽ സ്റ്റുവർട്ട് ലിറ്റിൽ ഓടിക്കണ വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല റെഡ് കളർ, ഒരു ഭയങ്കര നല്ല റെഡ് കളർ, മെറ്റാലിക് റെഡ് കളർ. പിന്നെ റൂഫ്, ഉള്ളിലത്തെ ഡീറ്റെയിലിംഗ് എല്ലാം കൊള്ളാം. എനിക്ക് റോഡ്സ്റ്റർ സെറ്റിൽ ഇഷ്ടപ്പെട്ട വണ്ടി അതാണ്. നമ്മൾ റോഡ്സ്റ്റർ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത ഒരു സെറ്റ് എന്ന് വെച്ചാൽ ഹൈപ്പർ കാർസ് അല്ലെങ്കിൽ എക്സോട്ടിക് വണ്ടീസിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ അതിൽ ഉള്ളത് എനിക്ക് ഭയങ്കര ക്ലാസിക്കായ വണ്ടി ഒരു ഒരെണ്ണം പോർഷെ 911, വൈറ്റ് കളർ പോർഷെ 911. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. പിന്നെ ഇത് വേറൊരു എക്സോട്ടിക് വണ്ടിയാണ് പോർഷയുടെ ഇത് 911 GT3 ആണ്. പോർഷയുടെ 911 GT3 റെഡ് കളർ, വൈറ്റ് സ്ട്രൈപ്സ്, നല്ല ഡിസൈനാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് ആണ്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് ബ്ലാക്ക് കളറിലാണ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. പിന്നെ റെഡ് കളർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് കളർ റിംസാണ്, അടിപൊളി വണ്ടിയാണ്. പിന്നെ വേറെ 2 ഹൈപ്പർ കാർസ്, ഒന്ന് ലംബോർഗിനിയുടെ കൂൺടാഷ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ലംബോർഗിനിയുടെ കൂൺടാഷ് എന്ന് പറഞ്ഞ മോഡല്. ലംബോർഗിനി യെല്ലോ കളറായ കാരണം ഒരു ഫേമസ് ഇത്. പിന്നെ കേൾക്കണ്ട ലാംബോ കൂൺടാഷ്. ഇതിനെ പേസ് കാർ എന്നാണ് പറയണത്. പേസ് കാർ എന്ന് വെച്ചാൽ എന്താണ് എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഫോർമുല 1 റേസസിലുള്ള ഒരു വണ്ടിയാണ്. ഫ്രണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പുള്ള വണ്ടിയാണ്. അപ്പോൾ ലംബോർഗിനിയുടെ കൂൺടാഷ് പേസ് കാറ്. പിന്നെ വേറൊരു വണ്ടി ലംബോർഗിനിയുടെ റവൻറ്റൺ എന്ന് പറഞ്ഞ വണ്ടിയാണ്. പിന്നെ എക്സോട്ടിക് എന്ന് വെച്ചാൽ വേറൊരു വണ്ടി എക്സോട്ടിക് ഹൈപ്പർ കാർസിൽ പറഞ്ഞ മെക്ലാരൻ സോളസ് GT. എനിക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിലിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ മെക്ലാറിൻ്റെ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ വന്നത് എന്താ പറയുക, മസിൽ കാർസ് എന്ന് പറയാം. മസിൽ കാർ അല്ല, ആദ്യം നമുക്കൊരു ലക്ഷറി ഇതിൽ പോവാം. ലക്ഷറി കാർസിൽ എൻ്റെ കയ്യിലുള്ളത് ഒന്നൊരു ഓഡിയാണ്. ഓഡി നോക്കട്ടെ, RS5 കൂപ്പേ, നല്ല ബിൽഡാണ്. ലക്ഷറി കാറിൽ ഇഷ്ടപ്പെട്ട ഒരു ഡൈക്കാസ് മോഡലാണ്. ഭയങ്കര പഴയ കാറാണ് എൻ്റെ കളക്ഷൻസ്. പിന്നെ ഇത് കഴിഞ്ഞ വർഷത്തെ കുറേ പേര് പറയാണ്ട് ഏറ്റവും അടിപൊളി ഡൈക്കാസ്റ്റ് മോഡലാണ് കഴിഞ്ഞ വർഷത്തെ, എന്ന് വെച്ചാൽ 2024-23 കേസിൽ ഏറ്റവും അടിപൊളി ഡൈക്കാസ്റ്റ് മോഡലാണ്. ഇത് മെർസിഡീസ് ബെൻസിൻ്റെ AMGയുടെ 500 ആണെന്ന് തോന്നുന്നു. ഡീറ്റെയിലും കണ്ട 4 സീറ്റർ വണ്ടിയാണ്. സിൽവർ ഫിനിഷ്, ബെൻസിൻ്റെ ലോഗോ, ബാക്കിൻ്റെ ഡീറ്റെയിലും കണ്ട AMG
പിന്നെ ആ റിയർ വ്യൂ അടിപൊളി. കഴിഞ്ഞ വർഷത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡൈകാസ്റ്റ് മോഡലാണിത്, ബെൻസിൻ്റെ. പിന്നെ ഇത് ചെവി ഇംപാല എന്ന് പറഞ്ഞ വണ്ടിയാണ്. എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഈ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും. ഹോട്ട് വീൽസിൻ്റെ അതെ കുറേ കമ്പനികളുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, റേസിങ്ങിൻ്റെ. പിന്നെ ഹോട്ട് വീൽസിൻ്റെ ലോഗോ അതെ സൈഡിലുണ്ട്, 2 സൈഡിലുണ്ട്, ഫ്രണ്ടിലുണ്ട്. അടിപൊളി സ്റ്റിക്കേഴ്സിൽ അടിപൊളി ഡിസൈനുള്ള വണ്ടിയാണ്. പിന്നെ ഡോഡ്ജ് വൈപ്പർ, ഇത് ഹൈപ്പർ കാസിൽ പെടുത്താം. ഡോഡ്ജിൻ്റെ വൈപ്പർ SRT ഉണ്ടോ. പിന്നെ ഈ വണ്ടി എല്ലാവർക്കും അറിയാം, ട്രാൻസ്ഫോമേഴ്സിലൂടെ ഫേമസ് ആയ ഒരു വണ്ടിയാണ് കമാറോ, ഷെവർലെറ്റിൻ്റെ കമാറോ SS. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സിൽ ബംബിൾ ബി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ വണ്ടിയാണിത്. ഇത് ഓക്കെ വണ്ടി കമാറോ ബംബിൾ ഡിയുടെ വണ്ടിയാണ്. യെല്ലോ കളറും ബ്ലാക്ക് കളറുള്ള ഒരു കമാറോ ആണ്. പിന്നെ വേറൊരു കമാറോ ഉണ്ട് എൻ്റെ കയ്യിൽ. കമാറോ അല്ല സോറി, ചാർജറാണ്. ഡോഡ്ജിൻ്റെ ചാർജറാണ്, സോറി കമാറോ അല്ല. മസിൽ വണ്ടി, പോലീസിൻ്റെ ഒരു ലുക്കാണ് ഇത്. സൈറൻ അതെങ്ങനെ റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞത് ഫ്രണ്ട് ഇതുള്ള. പിന്നെ വേറെ 2 ഹൈപ്പർ കാർസ്, ഒന്ന് Ford GT, ഇത് ഫോർഡ് വേഴ്സസ് ഫെറാറി മൂവിയിലുള്ള വണ്ടിയാണ്. പക്ഷേ ഐ തിങ്ക് ഇതൊരു ഇച്ചിരി ലേറ്റസ്റ്റ് 2016 മോഡലായ Ford GT ആണ്, സോറി. പിന്നെ ഉള്ളത് ഡോഡ്ജ് വൈപ്പർ. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി എനിക്ക് എടുക്കാൻ താല്പര്യം തോന്നിയെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറാണ്. എന്ന് വെച്ചാൽ ബ്ലൂവും വൈറ്റും ആണ്. അപ്പോൾ സാൻ ആൻഡ്രിയാസിൽ ബാൻഷി എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടീനെ ഓർമ്മ തന്നെ ഈ വണ്ടീനെ കാണുമ്പോൾ GTA 3യും സാൻ ആൻഡ്രിയാസിലും ബാൻഷി എന്ന് പറഞ്ഞൊരു വണ്ടി ഏകദേശം ഈ ഒരു ഷേപ്പും കളറൊക്കെയാണ്. നടുക്ക് സ്ട്രൈപ്സും ഉണ്ട്. ഡോഡ്ജ് വൈപ്പറിൻ്റെ ഒരു റോഡ്സ്റ്റർ പോലെ വണ്ടി. അപ്പോൾ ഈ വണ്ടി ഇപ്പോഴും കാണും. എനിക്ക് GTA 3യും ഓർമ്മയുണ്ട്, സാൻ ആൻഡ്രിയാസ് ഓർമ്മയുണ്ട്. അതിലത്തെ ബാൻഷി എന്ന് പറഞ്ഞ വണ്ടി, അത് കാരണമാണ് ഈ വണ്ടി എടുത്തത്. ഗായ്സ്, അതൊക്കെയാണ് എൻ്റെ അമേരിക്കൻ അല്ലെങ്കിൽ എന്താ പറയുക യൂറോപ്യൻ കാർസിൻ്റെ സെലക്ഷൻ. പിന്നെ ഇനി ബാക്കിയുള്ളത് ജാപ്പനീസും പിന്നെ എന്തോന്നാ ട്രക്സിൻ്റെ ഒക്കെ സെറ്റാണ്. പിന്നെ അവസാനം ഒരു ഫോർഡിൻ്റെ ഒരു സെക്ഷൻ. അപ്പോൾ അതിലോട്ട് പോവാം. പിന്നെ എക്സ്ട്രാ ആയ വണ്ടികൾ, അപ്പോൾ ജാപ്പനീസായ വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഇത് മസ്ഡയുടെ മിയാറ്റ MX-5. ഈ വണ്ടി ഞാൻ പിന്നീട് പറയാം ഏതാ മോഡലിന്. നിങ്ങൾ ഗസ് ചെയ്യ് ഏത് മോഡലാണ് ആ സമയം വരെ. ഓക്കെ, ഇത് ഒരു മിസ്റ്ററി വണ്ടിയാണ്. ഇത് മസ്ഡയുടെ R7 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ടൊയോട്ട AE86. പിന്നെ ഹോണ്ട സിവിക്ക്, ഇത് 2018 മോഡൽ ഹോണ്ട സിവിക്കാണ്. ഹോണ്ട സിവിക്ക് ഉണ്ടോ, പോലീസിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. റെഡ് കളർ റിംസ് ഉണ്ട്, വൈറ്റ് കളറാണ്. ഹോണ്ട സിവിക്ക് 2018 മോഡൽ. ഇപ്പോൾ ഗസ്റ്റ് ചെയ്താൽ ഏത് വണ്ടിയാണെന്ന്.
ഒരു ക്ലൂ തരാം. രണ്ടും സെയിം പാരൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ടൊയോട്ടയാണ് ഗസ് ചെയ്തതെങ്കിൽ കറക്റ്റാണ്, ഇത് ടൊയോട്ടയാണ്. പക്ഷേ ഇത് രണ്ടും ഏകദേശം സെയിം മോഡലാണെങ്കിലും ഡിഫറെൻറ്റ് ഒരു വണ്ടിയാണ്. ഈ വണ്ടി ടൊയോട്ട AE86 ആണ്, അല്ലെങ്കിൽ ടൊയോട്ട കൊറോള. ഈ ഡ്രിഫ്റ്റിങ്ങിന് അടിപൊളി വണ്ടിയാണ് AE86, ഐക്കോണിക് കാറാണ്. ഈ വണ്ടി പക്ഷേ AE86 അല്ല, ഇത് ടൊയോട്ടയുടെ വേറെ വണ്ടിയാണ്. ടൊയോട്ടയുടെ സുപ്രയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പഴയ ജനറേഷൻ. ഇത് MK4 ആണെങ്കിൽ ഐ തിങ്ക് ഇത് MK3 വണ്ടിയാണ്. 90s സുപ്രയാണ്. 90s സുപ്രയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ വണ്ടിയാണിത്. പക്ഷേ ടൊയോട്ട സുപ്ര 90s ഉണ്ടായ വണ്ടി. ഇത് പോൾ വാക്കറിൻ്റെ സുപ്രയാണ്, MK4. അപ്പോൾ അതാണ് എൻ്റെ ജാപ്പനീസ് JDM വണ്ടീസ്. മസ്ഡ മിയാറ്റ, ടൊയോട്ട സുപ്ര, ടൊയോട്ട AE86, മസ്ഡ RX-7, ഹോണ്ട സിവിക്. ഈ രണ്ട് വണ്ടികൾക്ക് പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, മസ്ഡ RX-7ഉം ടൊയോട്ട AE86 എന്ന് വെച്ചാൽ ഒരു ആനിമയുണ്ട് ഡ്രിഫ്റ്റിങ്ങിനെ പറ്റി. ആ ആനിമയുടെ പേര് ഇനീഷ്യൽ D ആണ്. ഇനീഷ്യൽ Dത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കണ, മെയിൻ ക്യാരക്ടറും സൈഡ് ക്യാരക്ടറും ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ മെയിൻ ക്യാരക്ടർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് AE86. പിന്നെ സൈഡ് ക്യാരക്ടർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത് മസ്ഡ RX. അപ്പോൾ ഇനീഷ്യൽ D കാണാത്തവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തൊന്ന് നോക്ക്. ഇനീഷ്യൽ D ആനിമ നല്ലൊരു ആനിമയാണ്. ഞങ്ങൾക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിൽ ഐ റെക്കമെൻഡ് ദിസ് ആനിമ. ഇനീഷ്യൽ D നല്ലൊരു ആനിമയാണ്. ഓക്കെ, അതാണ് എൻ്റെ JDM വണ്ടീസ്. പിന്നെ JDM സെറ്റ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് നിസാൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതിൽ 5ൽ 4 വണ്ടി ഒരു സെറ്റിലാണ് കിട്ടിയ 5 പാക്ക്. അതിൽ ഇത് സ്കൈലൈനാണ്, നിസാൻ്റെ സ്കൈലൈൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ പോലൊരു വണ്ടിയാണ്, പർപ്പിൾ കളർ സ്കൈലൈൻ. ഇതെന്താ അല്ല, സ്കൈലൈൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം, സ്കൈലൈൻ സീരീസ്. പിന്നെ രണ്ടാമത്തെ വണ്ടി നിസാൻ സിൽവിയ S13 ഇതിനെ വേറെ വിളിക്കണത്, നിസാൻ സിൽവിയ. ഈ വണ്ടി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ കളറും പിന്നെ മോഡിഫിക്കേഷൻസും ആണ്. കളറ്, ഡീറ്റെയിൽസ്, നല്ല വൈനൽ, റിമും ഒരു ഗോൾഡൻ കളർ. അതൊക്കെ കാരണമാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ കാരണം. നിസാൻ സിൽവിയ. പിന്നെ വേറൊരു വണ്ടി നിസാൻ ഫെയർ ലേഡി C എന്ന് പറഞ്ഞ വണ്ടിയാണ്. നിസാൻ്റെ ഫെയർ ലേഡി നിസാൻ്റെ സെറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇത് ഡാറ്റ്സൺ നിസാൻ ഡാറ്റ്സൺ പിക്കപ്പ് ട്രക്കാണ്, നല്ല വണ്ടിയാണ്. ഈ വണ്ടി എല്ലാവർക്കും അറിയാം, ദി ഐക്കോണിക് പോൾ വാക്കറിൻ്റെ R34 പോൾ വാക്കർ ഉപയോഗിച്ച വണ്ടി. ടു ഫ്യൂരിയസിലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 4
R34 പോൾ വാക്കറിൻ്റെ. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ട പോൾ വാക്കർ ഉപയോഗിച്ചത്? സുപ്രയാണോ R34 ആണോ? R34 ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ R34 എന്ന് കമൻറ്റ് ചെയ്യും. സുപ്രയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സുപ്ര എന്ന് കമൻറ്റ് ചെയ്യും. എന്നിട്ട് ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഏത് വണ്ടിക്കാണ് കൂടുതൽ ഫാൻസ് എന്ന് നമുക്ക് നോക്കാം. സുപ്രയാണോ അതോ സ്കൈലൈനാണോ? അപ്പോൾ അതാണ് എൻ്റെ നിസാൻ്റെ സെറ്റ്. നിസാൻ്റെ സെറ്റ് കഴിഞ്ഞാൽ ട്രക്സിൻ്റെ സെറ്റാണ്. ട്രക്സിൻ്റെ സെറ്റിലോട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് മസ്താങ്ങിൻ്റെയും കൂടെ ഒരു സെറ്റും കൂടെ നോക്കാം. അപ്പോൾ മസ്താങ്ങിൻ്റെ സെറ്റിൽ ഏറ്റവും ഓൾഡസ്റ്റ് വണ്ടി ഇതാണ്. 90s ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഓക്കെ, ഇതാണ് മസ്താങ്ങിൻ്റെ ഒരു ഓൾഡ് വണ്ടി. 90s വണ്ടിയാണ് മസ്താങ്ങിൻ്റെ. SVO എന്ന് പറയും. അത്രയും പ്രൊഡക്ഷനിൽ ഇറങ്ങിയില്ല, ഹിറ്റായില്ലാത്ത വണ്ടിയാണെന്ന് തോന്നുന്നു. 90s വണ്ടിയാണ് മസ്താങ് SVO. മസ്താങ് SVO 84 ഇറങ്ങിയ മസ്താങ് SVO ആണ് എൻ്റെ ഓൾഡസ്റ്റ് മസ്താങ്. പിന്നെ വന്ന മസ്താങ് ഒരു മിനിറ്റ്, ഐ തിങ്ക് 2000 to 2005 ഇടയിലുള്ള മസ്താങ് ആണ്. ഫാൽക്കണിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഫാൽക്കണിൻ്റെ ബ്രാൻഡിങ്, അതിൻ്റെ കളേഴ്സ്. പിന്നെ സൈഡിൽ നോക്കിയാൽ ഇതൊക്കെ കാണാം, സ്റ്റിക്കേഴ്സ്, ഓരോ കമ്പനി. ഫാൽക്കൺ ടയേഴ്സിൻ്റെ ഇതാണ്. ഈ മസ്താങ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മോസ്റ്റ് വാണ്ടഡിൽ വില്ലന് ഉപയോഗിക്കണ മസ്താങ്ങിൻ്റെ മോഡലായിട്ട് എനിക്ക് തോന്നി. അത് കാരണമാണ് ഈ മസ്താങ് എടുത്തത്. പിന്നെ വേറെ ഇത് ഫണ്ണി കാർ എന്ന് പറയും, മസ്താങ്ങിൻ്റെ ഫണ്ണി കാർ. എന്തോ മസ്താങ്ങിൻ്റെ ഫണ്ണി കാർ. ഇത് ഡ്രാഗ് റേസിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇത് എൻജിൻ പുറത്താണ്. ഒരു എന്താ പറയുക, വിയേർഡായിട്ടുള്ളൊരു വണ്ടിയാണ്. മസ്താങ്ങിൻ്റെ ഫണ്ണി കാർ എന്ന് പറയും. ഡ്രാഗ് റേസിന് ഉപയോഗിക്കും. ഡ്രാഗ് റേസിന് നല്ല വണ്ടിയാണ്. പിന്നെ മസ്താങ്, ഇത് കസ്റ്റം മസ്താങ് ആണ്, മോഡിഫൈ ചെയ്ത ഒരു മസ്താങ് മോഡലാണ് ഡ്രിഫ്റ്റിന് വേണ്ടി. ഡ്രിഫ്റ്റിന് യൂസ് ചെയ്ത കസ്റ്റം വണ്ടിയാണ്. എന്ന് വെച്ചാൽ ബമ്പേഴ്സൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇത് സൈഡിൽ വേറെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒറിജിനൽ മോഡലല്ല, മോഡിഫൈ ചെയ്ത്. പിന്നെ അത് ഹുഡ് കണ്ട, ഹുഡൊക്കെ മോഡിഫൈഡാണ്. ഡ്രിഫ്റ്റിന് വേണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് മസ്താങ്, ഇതും ഒരു മസ്താങ്ങാണ്. ഇതിൻ്റെ എക്സ്ട്രാ ഫീച്ചറുണ്ട്. നമ്മൾ ബമ്പറിൽ പ്രസ് ചെയ്താൽ അത് ഇങ്ങനെ എന്തോ പ്രസ് ചെയ്യാം, അങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് എൻ്റെ ട്രക്സിൻ്റെ സെറ്റാണ്. ട്രക്സിൻ്റെ സെറ്റിൽ എനിക്കുള്ളത് ടൊയോട്ട ടക്കോമ എന്ന് പറഞ്ഞ വണ്ടി, ജീപ്പിൻ്റെ ഒരു വണ്ടി, ജീപ്പിൻ്റെ. ഇത് പോൾ വാക്കർ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 1 യൂസ് ചെയ്ത വണ്ടിയാണ്. F1050 ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 1 തുടക്കം ഒരു റെഡ് കളർ പിക്കപ്പ് ട്രക്ക് പോൾ വാക്കർ ഉപയോഗിക്കില്ല, അതാണ് ഈ വണ്ടി. പിന്നെ ഇത് റാപ്റ്ററാണെന്ന് തോന്നുന്നു. പിന്നെ തന്നെ ഹമ്മർ, പിന്നെ
ലാസ്റ്റ് ഫോർഡിൻ്റെ ഒരു ബ്രോങ്കോ എന്ന് പറഞ്ഞ വണ്ടി. ഇതൊക്കെ നല്ല ഡൈക്കാസ് മോഡൽ, ഇത് നല്ല മോഡലാണ് കഴിഞ്ഞ വർഷത്തെ. നല്ല ഡീറ്റെയിലിങ്, ടയേഴ്സൊക്കെ ബ്രൗൺ കളറ്, അടിപൊളി ഒരു ഡൈക്കാസ് മോഡൽ ഫോർഡിൻ്റെ ബ്രോങ്കോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ വണ്ടീസ്. പിന്നെ വന്ന വണ്ടീസ് ഇതെല്ലാം ഒരേ ഡിസൈനിലുള്ള വണ്ടി എന്ന് വെച്ചാൽ ഹോട്ട് വീൽസിൻ്റെ 55th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനുള്ള വണ്ടീസാണ്. അപ്പോൾ അതിലുള്ളത് C10 എന്ന് പറഞ്ഞൊരു ഇത് ഷെവർലേയുടെ, പിന്നെ കമാരോയുടെ SS, പിന്നെ പോർഷയുടെ ഇത് GT, ഇറ്റ്സ് പോർഷെ GT വണ്ടിയാണ്. പിന്നെ കോർവെറ്റിൻ്റെ Z06 അതിൻ്റെ പ്രീവിയസ് മോഡൽ. പിന്നെ ഒരു ട്രക്ക് ഹൗളറിനാണ് പേര്. പിന്നെ ലാസ്റ്റ് ഇതൊരു ഫാൻറ്റസി വണ്ടിയാണ്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ട് ഒരു F1 കാറാണ്. F1 കാറിൻ്റെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ വിത്ത് ദാറ്റ് വി വൈൻഡ് അപ്പ് ദ വീഡിയോ. ഇത്രയൊക്കെയാണ് എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ. കുറേ സെറ്റുണ്ട്. ഏകദേശം ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 60 വണ്ടി ഉണ്ടാവും. ക്ലോസ് ടു 60-60യുടെ അടുത്തുള്ള വണ്ടീസ് ഉണ്ടാവും. ഇതാണ് എൻ്റെ കളക്ഷൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസോ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇതേപോലെ ന്യൂ വീഡിയോസ് കണ്ടൻസ് അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അലോങ് വിത്ത് ദാറ്റ് ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും ശരി എന്നാൽ ഓക്കെ ബൈ.